കേരളത്തിലെ കല്യാണം വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കുള്ളൊരു മെസ്സേജ്, നിങ്ങൾ ഒരു പരിധി വരെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് നിങ്ങളുടെ അടുത്തിരുത്തി ഒന്ന് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചിരുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തരികയോ ചെയ്യാൻ ആര് കാണും? ഈ കൂടെ കൂടുന്നവരോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നും കാണില്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഒരു ഇണ എപ്പോഴും വേണം. കാര്യം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കുടുംബമായി കഴിഞ്ഞ് പെത്തപ്പാടല്ലേ, കുടുംബം നോക്കണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, ജോലിക്ക് പോയും അങ്ങനെ ഇതാകുമ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് സ്വാതന്ത്ര്യമായിട്ട് പാറി പറന്ന് നടക്കാമല്ലോ. പാറി പറന്ന് നടന്നാൽ എത്ര കാലം നടക്കാൻ പറ്റും? അച്ഛനും അമ്മയോ ഉള്ളവരാണെങ്കിൽ പിന്നെ അവരുടെ കാലം കഴിയുന്നതിനേക്കാം. പിന്നെ അവരില്ലാത്തവരോ, അവർ നഷ്ടപ്പെട്ടാലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ നാളത്തെ കാര്യം നാളെ അല്ലേ, അത് വരുമ്പോഴാവാം. അങ്ങനെ ചിന്തിക്കുന്ന മക്കളമാരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതല്ല, അങ്ങനെ ചിന്തിക്കുന്ന കാലം ആയിരുന്നെങ്കിൽ കേരളത്തിലെ ഇന്നിപ്പം ദൈവസങ്കല്പങ്ങൾ കാണില്ല. കാര്യം രാജഭരണം ഉള്ള കാലത്തെ, പണ്ട് മുതലേ രാജഭരണം ഉള്ള കാലത്തെ ദൈവസങ്കല്പങ്ങൾ എങ്ങനെ പോകണം, എങ്ങനെ മുന്നോട്ട് പോകണം, നാടെങ്ങനെ വളരണം എന്നുള്ള അവർ മുന്നിലെ മനസ്സിൽ കണ്ടതിന് വർഷങ്ങൾക്കോളമുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന കാലത്തും അങ്ങനെ തന്നെ പോകണം, എടുക്കണമെന്ന് അവർ ചിന്തിച്ചതിൻ്റെ പേരിലാണ് ഇന്നും അതങ്ങനെ നിലനിന്ന് പോകുന്നത്. അല്ലെ അവർക്കും തോന്നിയാൽ പറയാമോ നാളത്തെ കാര്യം നാളെ അല്ലേ, ഇന്നത്തെ കാര്യം അത് പാടില്ല. അതേമാതിരി മക്കളുമാർക്കൊരു മെസ്സേജ് ആയത്.